ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്കിന്ന് നമ്മളെ ദേവുട്ടനെ കണ്ടിട്ട് തന്നെ വീഡിയോ ഇടങ്ങാം അല്ലേ. ആള് കോയക്കപ്പുളി തിന്നുന്നതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മ ഇപ്പം കണ്ടത്. അപ്പോൾ നമ്മ ഇന്ന് എല്ലാവരും കൂടിയിട്ട് എങ്ങോട്ടാന്നല്ലേ, നമ്മ തിമിരി വയൽക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ നാളായി റീൽസിലെല്ലാം ഇങ്ങനെ കാണുന്നു. അപ്പോൾ അന്നേരേ ഉണ്ട് വിചാരിക്കുന്നത് ഇങ്ങനെ പോവാന്ന്. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മ എല്ലാവരും ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടി തന്നെ പിടിച്ചു. അപ്പോൾ ഇതാണ് പാറുണ്ട്, ദേവുട്ടനുണ്ട്, നമ്മളെ മെയിൻ ആളല്ലേ ദേവുട്ടനും പിന്നെ എൻ്റെ ഏച്ചിയും പിന്നെ ദേവുട്ടൻ്റെ അമ്മയാണ് ഉള്ളത്. അപ്പോൾ പാറുവാണ് കുറേ നേരം വീഡിയോയിൽ എടുത്തത് കേട്ടോ. അപ്പോൾ സൂര്യനും ചന്ദ്രനെല്ലാം ഉണ്ടാവും, എല്ലാവരും ഉണ്ട്, ഒരാളേക്ക് കുറക്കണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ചെറുവത്തൂർ ഇറങ്ങിയിട്ട് ആടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോയത്. ചെറിയൊരു ദൂരം മാത്രമേ ചെറുവത്തൂരും തിമിരിയും തമ്മിലുള്ളൂ. ഇത് തിമിരി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, എനിക്ക് ശരിക്കും അറിയില്ല. പരന്ന് കിടക്കുന്ന വയലിൻ്റെ നടുവിലായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. നല്ലോണം ഇഷ്ടമായി. അപ്പോൾ രണ്ട് സൈഡിൽ ഇരിക്കാനായിട്ടുള്ള സ്ഥലം കൂടി അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടി വെള്ളം ഒഴുകുന്നുമുണ്ട്. അത് തോടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. വീഡിയോ എടുത്തങ്ങ് മതിയാവുന്നില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ പോയിട്ട് ചായയെല്ലാം കുടിച്ചിരിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര സമാധാനത്തോടെ ആസ്വദിച്ചിരുന്ന് കുടിക്കാം നമുക്ക് ചായയെല്ലാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയാടും അവിടെ കുറേ ഏച്ചിമാർ ചായയും പലഹാരമെല്ലാം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഏതായാലും ഇരിക്കാനല്ലേ പോകുന്നത്, ചായയെല്ലാം വാങ്ങിയിട്ട് തന്നെ പോകാൻ ചോദിച്ചു. എൻ്റെ ആ ഏച്ചി തന്നെ നമുക്ക് ചായയെല്ലാം അങ്ങോട്ട് കൊണ്ടു തന്നിന് കേട്ടോ. അപ്പം എനക്കാണെങ്കിൽ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. എങ്ങനെയാണ് സ്റ്റോറി ഇടേണ്ടത്, എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നെല്ലാം വിചാരിച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവില്ല വീഡിയോയിൽ. എന്നിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എടുക്കാമെന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ക്യാമറ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ വെയിലില്ലാത്തൊരു നല്ലൊരു സ്ഥലം നോക്കി അവിടെ പോയിട്ട് ഇരുന്നു. വെയിൽ കാണാൻ നല്ല ഭംഗിയിൽ ആടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ചായയെല്ലാം കൊണ്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഞാനൊരു ബർഗറാന്ന് പറഞ്ഞിട്ടുണ്ടായി. അവർ ഒരു പൊറോട്ട റോളും പിന്നെ ഒരു മുട്ടയുടെ എന്തോം കൂടി, ദേവുട്ടനൊരു ഡോണറ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിന്. ഇതാണ് തോട്. ഇത് ഇതിൻ്റെ നടുവിൽ കൂടി പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടോ അതിൽ. ഞാനാണെങ്കിൽ ചായയെല്ലാം എടുത്തിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്തു വയലിലേക്ക് ഇങ്ങനെ വയൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന രീതിയിൽ. പിന്നെ ചായയെല്ലാം കുടിച്ച് നല്ല ചായയായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇരുന്നിട്ടാകുമ്പോൾ ദേവുട്ടൻ ഇത് ഓടാന്നാണ് ഇവിടെ പറയൽ. അത് എനിക്ക് കൊണ്ടു തന്നു. എന്നിട്ടാകുമ്പോൾ ഓൻ എന്നെ അത് മേടിച്ചുകൊണ്ട് പോകുന്നു. എന്നെ ആകെ പറ്റിച്ച് കളഞ്ഞു. പിന്നെ അത് കണ്ടിട്ട് അത് പാറിച്ചിരിക്കുന്നു കേട്ടാ. പിന്നെ ദേവുട്ടൻ അങ്ങ് ദൂരം പോയിട്ടിരിക്കും. എന്നിട്ടാകുമ്പോൾ ഞമ്മ ഓനെ പോയിട്ട് പിടിക്കാൻ പോകണം. അപ്പോൾ ഓൻ ഓടും. അതാണ് ആളെ കളിച്ചുകൊണ്ടുണ്ടായത്. പകുതി സമയം ഞാനോടും, പകുതി സമയം ഈച്ചോടും, പകുതി സമയം പാറോടും, അങ്ങനെയാണ് ഉണ്ടായത് കേട്ടാടാ. പിന്നെ ഓടി ഓടി നമ്മ തന്നെ തളർന്നു പോയി. പക്ഷേ ഓനെ വിട്ടിരുന്നില്ല കേട്ടോ നമുക്ക്. പിന്നെ ഓൻ നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ അടവെല്ലാം എടുക്കും. ഞാൻ പറയും എൻ്റെ അമ്മയാണ്, നീ പോന്നെല്ലാം പറയുമ്പോൾ വരും. പക്ഷെ ഇന്നൊന്നും മൈൻഡ് ആക്കുന്നില്ല. പിന്നെ ഞാൻ എല്ലാം കൂടി നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ പാറു ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ. ഓടയാ തിന്നുന്നത്. അപ്പോൾ ഓളെടുക്കുന്നതായിട്ട് ഓൾ ചിരിക്കേ ഇരുന്നു കേട്ടോ. ഓക്ക് പിന്നെ ചിരി വന്നാൽ നിർത്താൻ കഴിയില്ല, ഒരു ചിരിക്കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ പാറു. അപ്പോൾ ദേവുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞു. അവിടെ വീണു കേട്ടോ, സംഭവം അവിടെ വീണു. പക്ഷെ ഓൻ എന്നാലും മതിയാക്കൂല, ഓൻ പിന്നെയും കളിക്കുക. പിന്നെ പാറു എടുത്തിട്ട് ഓന തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റുന്നതൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ഏച്ചിമാർ വരുമ്പോൾ അതെന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല പകിട്ടല്ലേ തെങ്ങുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വീണ്ടും കയറ്റുന്നുണ്ട്. എനിക്ക് മോനെ ഇഷ്ടമായിട്ടാണ് തോന്നുന്നു അവൻ ഇറങ്ങി. പിന്നെ ഞാനിങ്ങനെ അത് പറന്നു പോകുന്ന വീഡിയോ എടുത്തതാണ്. പക്ഷേ നേരെ അവനെ കിട്ടിയില്ല, വേറെ എന്തൊക്കെയോ വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ എൻ്റെ കൈമയുണ്ടായ ഓട കുറച്ച് മീനിട്ടിട്ടാകുമ്പോൾ അത് ഇങ്ങനെ കൊത്താൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല. ഇത് കിടക്കുന്നൊന്നല്ല കേട്ടോ, വീണതാണ് കുഞ്ഞ്. പക്ഷെ കുഞ്ഞ് എണീക്കുന്നില്ല. നമ്മ പോയിട്ട് എന്നിട്ട് എടുത്തു. പിന്നെ നമ്മ ഏകദേശം സമയമായിട്ടുണ്ടായിന്. എന്നിട്ടാകുമ്പോൾ നമ്മ ഏതായാലും പിന്നെ വണ്ടിയൊന്നും കിട്ടിയിട്ടെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ ആടുന്ന് നമ്മൾ തിരിച്ചു വന്ന് ചെറുവത്തൂർ സാഫ്രോൺ റെസ്റ്റോറൻ്റാണ്. അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഇല്ലേ, അവിടെ ഉണ്ടായിട്ടുള്ള ദേവുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഓനെ കയറ്റിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി. ആടെയും ഒരു മിറർ കണ്ടാൽ നമുക്ക് വിടാനില്ല ഒരിതില്ലല്ലോ.
അപ്പോൾ ഞാൻ വീണ്ടും മിററിൽ വീഡിയോ എടുത്തു. എന്നിട്ടപ്പോൾ നമ്മൾ അവിടെ കയറി ഇരുന്ന് എന്താണ് കഴിക്കേണ്ടതെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. കൂടുതലൊന്നും ആലോചിച്ചിട്ടാണ് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് തന്നെ മന്തി ഓർഡർ ചെയ്തു. ഒരു ഹാഫ് മന്തിയെ ഓർഡർ ചെയ്തിട്ട് ഏതായാലും നമ്മൾ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് വന്നതാണ്. പിന്നെ ലൈറ്റായിട്ടൊന്നും കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെറുങ്ങനെ എല്ലാവരും കുറച്ച് കഴിച്ചതാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ മന്തി, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി പൊതുവേ ഇഷ്ടമാണ്. പക്ഷേ അവിടുത്തെ മന്തിക്ക് വേറെന്നൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ദേവുട്ടൻ നല്ല ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. കുഞ്ഞു വലിയ മൈൻഡൊന്നുമില്ല. ഇതാണ് നമ്മളെ വീരമലക്കുന്ന്. കഴിഞ്ഞ വർഷത്തെ മഴയിൽ ഈ കുന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. കുന്ന് കാണുമ്പോഴേ